ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ ബെയിലിൻ ദാസിന് ജാമ്യം. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി 12 ആണ് ജാമ്യം അനുവദിച്ചത്. അഖിൽ പാലോട്ടുമടം ചേർന്ന വിവരങ്ങളുമായി. അഖിൽ, നേരത്തെ ജാമ്യം നിഷേധിക്കുമ്പോൾ പല കാര്യങ്ങളും മുന്നോട്ട് വച്ചിരുന്നു. ജാമ്യം നൽകാതിരിക്കാൻ പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രോസിക്യൂഷൻ. പക്ഷേ എങ്ങനെയാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചത്? വീണ, ജൂനിയർ അഭിഭാഷകയെ, അതായത് യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിലാണ് ഇപ്പോൾ സീനിയർ അഭിഭാഷകനായ ബെയിലിൻ ദാസിന് കോടതി, തിരുവനന്തപുരം മജിസ്ട്രേറ്റ് 12ാം കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഉപാധികളോട് കൂടി തന്നെയാണ് ആ ജാമ്യം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഉപാധികളൊക്കെ തന്നെ അതിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. എന്തായാലും ബെയിലിൻ ദാസിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. 3 ദിവസമായി ബെയിലിൻ ദാസ് തിരുവനന്തപുരത്ത് ജില്ലാ ജയിലിൽ കഴിയുകയാണ്. ആ ജില്ലാ ജയിലിൽ നിന്നും ബെയിലിൻ ദാസിന് ഉച്ചയോടുകൂടി തന്നെ മോചിതനാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ തന്നെ വാദിച്ചത് അതായത് പ്രതിയുടെ സീനിയർ അഭിഭാഷകന്റെ ഒക്കെ തന്നെ സീനിയോറിറ്റി, അതായത് അഭിഭാഷക ജോലിയിലുള്ള സീനിയോറിറ്റി, അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളുണ്ട്. അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണവും ഈ അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അതുപോലെ തൻ്റെ ഓഫീസിലെ 2 ജൂനിയർ അഭിഭാഷകർ തമ്മിലുണ്ടായ ഒരു സംഘർഷത്തിനിടയിൽ പറ്റിയ ഒരു കാര്യമാണ് എന്നുള്ള തരത്തിലൊക്കെ ആയിരുന്നു ഒരു പ്രതികരണം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ഈ വാദത്തെ മുഖവിലയ്ക്ക് എടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത്. എന്നാൽ ഈ പ്രോസിക്യൂഷൻ മറ്റൊരു കാര്യം കൂടി മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഇതിലെ സാക്ഷികൾ എന്ന് പറയുന്നതൊക്കെ തന്നെ ഈ സീനിയർ അഭിഭാഷകന്റെ കോടതിയിലെ കോടതി അല്ലെങ്കിൽ വക്കീൽ ഓഫീസിലെ ജീവനക്കാരാണ്. അപ്പോൾ ആ തരത്തിൽ ജീവനക്കാരെ ഏതെങ്കിലും തന്നെ സ്വാധീനിക്കാനോ കേസിനെ അട്ടിമറിക്കാനോ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലായിരുന്നു പ്രോസിക്യൂഷൻ വാദമെല്ലാം ഉണ്ടായിരുന്നത്. എന്നാൽ പ്രതിഭാഗമാകട്ടെ മുന്നോട്ട് വെച്ച കാര്യങ്ങളിലൊക്കെ തന്നെ കോടതി ഇപ്പോൾ കൺവിൻസ് ആയി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണ്ടീഷൻ ബെയിൽ നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപാധി വച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇനി അല്പസമയം കൂടി കഴിയുമ്പോഴായിരിക്കും നമുക്കതിൽ ഒരു വ്യക്തത ഉണ്ടാകുന്നത്. എന്തായാലും 3 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസ് ഇന്ന് ജയിൽ മോചിതനാവുകയാണ്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് വീണ. ഇതിൽ 2 കാര്യങ്ങളാണ് എടുത്തു പറയേണ്ടത്. അതായത് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ചതിനു ശേഷം ഉണ്ടായ അറസ്റ്റിൽ വലിയ ആരോപണങ്ങളാണ് തിരുവനന്തപുരത്തെ കോടതി മുറിയിലെ അഭിഭാഷകരൊക്കെ തന്നെ നേരിടേണ്ടി വരുന്നത്, ബാർ അസോസിയേഷൻ നേരിടേണ്ടി വരുന്നത്. അതായത് ആ പ്രതിയെ അല്പം തന്നെ അറസ്റ്റ് ചെയ്യുന്നതിലുണ്ടായ കാലതാമസം, പോലീസിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉണ്ടായ കാലതാമസം എല്ലാം തന്നെ ഇതിൽ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ജൂനിയർ അഭിഭാഷകർ തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ജൂനിയർ അഭിഭാഷകയുടെ പ്രാക്ടീസിന് അല്ലെങ്കിൽ ഭാവിയിലുള്ള പ്രാക്ടീസിന് ഇതൊക്കെ ബാധിക്കുമോ എന്നുള്ള തരത്തിലുള്ള വലിയ ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നിലനിൽക്കുന്നതിനിടയിലായിരുന്നു ഈ കേസ് നടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അങ്ങനെ നടന്നു പോകുമ്പോഴും ചില കാര്യങ്ങളാണ് ഈ പ്രതിഭാഗം മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ കാലയളവിലെ ഈ സീനിയർ അഭിഭാഷകന്റെ ഒരു കോടതിയിലെ പെരുമാറ്റം, അതുപോലെ തന്നെ കേസിലെ പ്രാബല്യം, അതുപോലെ തന്നെ കേസ് ഏത് തരത്തിലായിരിക്കും പോവുക എന്നുള്ള കാര്യത്തിലുള്ള ചില വിശദാംശങ്ങൾ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കോടതിയുടെ നിരീക്ഷണങ്ങൾ കഴിഞ്ഞ ദിവസം ഈ കേസ് 3 ദിവസം മുമ്പ് ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ സ്ത്രീത്വത്തെ അപമാനിച്ച അടക്കം IPC 73 അടക്കമൊക്കെ തന്നെ ഇതിൽ പ്രതിപാദിച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് പ്രതിഭാഗം ഉന്നയിച്ചിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന്, അതായത് ജൂനിയർ അഭിഭാഷകയായ ശാമിനിയുടെ ഭാഗത്ത് നിന്ന് അക്രമമേൽക്കേണ്ടി വന്നു എന്നുള്ള കാര്യത്തിലുണ്ടായിരുന്നു, ചില പരുക്കുകൾ ഏറ്റിരുന്നു എന്നുള്ള കാര്യത്തിൽ ഈ പ്രതിഭാഗം മുന്നോട്ട് വെച്ചിരുന്നു. ഈ കാര്യത്തിലൊക്കെ തന്നെ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ഏതൊക്കെ വകുപ്പാണ് കൂടുതലായി ചുമത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് വരും മണിക്കൂറുകളിലെ മാത്രമേ അറിയാൻ സാധിക്കൂ. എന്തായാലും കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ആ ജാമ്യം ഏതൊക്കെ ഉപാധികളോടെയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും തിരുവനന്തപുരം മജിസ്ട്രേറ്റ് 12ാമത്തെ കോടതി ഇപ്പോൾ ബെയിലിൻ ദാസിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. വീണ, ഒരു കാര്യം കൂടി അഖിൽ, കാരണം ഈ ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങൾ നടന്നപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉന്നയിച്ചത് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു അഭിഭാഷകനാണ്. എല്ലാ ലോ പോയിന്റ്സുകളും ഒരുപക്ഷെ അത് ഉപയോഗിക്കാൻ അറിയാവുന്ന ആള് എന്ന രീതിയിൽ ഈ ഒരു കേസിൽ ജാമ്യം ലഭിച്ചു പുറത്തു വന്നാൽ പല രീതിയിൽ ഇടപെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ജൂനിയർ അഭിഭാഷകയെ തന്നെ സ്വാധീനിക്കാനുള്ള സാഹചര്യം, മറ്റ് അഭിഭാഷകരെ, ഇതിൻ്റെ ദൃക്സാക്ഷികളായവരെ, ഈ കേസിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവരെയൊക്കെയും സ്വാധീനിക്കാനുള്ള സാഹചര്യം, അതിനുവേണ്ടി നിയമത്തിൻ്റെ എല്ലാ ലൂപ്പ് ഹോൾസും ഉപയോഗിക്കാനുള്ള സാഹചര്യം, ഇതൊക്കെ ബെയിലിൻ ദാസിന് ഉണ്ട് എന്നുള്ളതായിരുന്നു. ഇതെങ്ങനെയാണ് പരിഗണിക്കപ്പെട്ടത്? ഇത് തന്നെയാണ് വീണ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചതിൽ പ്രധാനപ്പെട്ട കാര്യം തന്നെ ഈ കേസിനെ ഈ പ്രതി സീനിയർ അഭിഭാഷകൻ തിരുവനന്തപുരം കോടതിയിലെ തന്നെ ഏറ്റവും മുതിർന്ന അഭിഭാഷകരിൽ ഒരാളാണ് ബെയിലിൻ ദാസ് എന്ന് പറയുന്നത്.
അപ്പോൾ ക്രിമിനൽ ലോയർ കൂടിയായ അദ്ദേഹം ഈ കേസിനെ ഏത് തരത്തിൽ അട്ടിമറിക്കുമെന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്ക പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വെച്ചത്. അതിൽ പ്രധാനമായും ഈ കേസിലെ സാക്ഷികൾ എന്ന് പറയുന്നത് ബെയിലിൻ ദാസിന്റെ ഓഫീസിലെ ജീവനക്കാരാണ്. സഹപ്രവർത്തകരും അതോടൊപ്പം തന്നെ മറ്റു ജീവനക്കാരുമാണ് ഇതിലെ പ്രധാനപ്പെട്ട സാക്ഷികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ പൂർണ്ണമായും ഈ ജാമ്യത്തെ എതിർക്കുമ്പോൾ മുന്നോട്ട് വെച്ചത്. മറ്റൊരു കാര്യം കൂടി എതിർക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, കോടതിയിൽ ഇതിന്റെ എവിഡൻസുകൾ പരിശോധിക്കുന്ന സമയത്ത്, ഇതിന്റെ ഡോക്യുമെന്റുകൾ പരിശോധിക്കുന്ന സമയത്ത് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഏതെങ്കിലും സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലും ഒരു ആശങ്ക ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ്, അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രോസിക്യൂഷനും അതായത് ഈ മർദ്ദനമേറ്റു എന്ന് പറയുന്ന സമയത്ത് ആശുപത്രി ചികിത്സയിലെ മെഡിക്കൽ റിപ്പോർട്ട് അടക്കം സമർപ്പിച്ചിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം 3 ദിവസം മുമ്പ് ബെയിലിൻ ദാസ് ജാമ്യാപേക്ഷ നൽകി കോടതിയിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഈ പ്രതിയും ഹാജരാക്കിയിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞത് BNSലെ 325 അതായത് ആക്രമിക്കപ്പെട്ടു, അതായത് ഈ കണ്ണിന് താഴെ ഈ ഭാഗത്ത്, അതായത് കവിളിന്റെ ഈ കണ്ണിന് താഴെയുള്ള ഒരു എല്ലുണ്ട്, ആ എല്ലിന് പരിക്കേറ്റു എന്ന തരത്തിലാണ്, അത് ശാമിനിയുടെ അടികൊണ്ട് പരിക്കേറ്റു എന്ന തരത്തിലുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ടായിരുന്നു സമർപ്പിച്ചിരുന്നത്. അതിൽ പ്രധാനമായും തനിക്കും പരിക്കേറ്റിട്ടുണ്ട്, തന്നെ ആക്രമിക്കുന്ന സമയത്തുള്ള ഒരു പ്രതിരോധമാണ് അല്ലെങ്കിൽ തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ള ഒരു വാദം ഉന്നയിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടായിരുന്നു ഒരു മെഡിക്കൽ റിപ്പോർട്ട് അങ്ങനെ സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്തായാലും മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിച്ചതും കോടതി പരിശോധിച്ചിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ആ അഭിഭാഷകന് കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയം കോടതിയുടെ മുമ്പിൽ ഉണ്ടാക്കിയത്. അപ്പോൾ സ്വാഭാവികമായും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അക്രമം ഉണ്ടാകുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ, അതായത് ശാമിനിയുടെ 2 സ്റ്റേറ്റ്മെന്റുകൾ കൂടി തന്നെ അവർ പറയുന്നുണ്ട്, തന്നെ ഒരു ആയുധവും വെച്ചിട്ടല്ല സീനിയർ അഭിഭാഷകൻ ആക്രമിച്ചത്, കൈകൊണ്ട് മാത്രമാണ് ആക്രമിച്ചതെന്ന് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊന്നും താൻ പറയുന്നില്ല എന്നും ശാമിനി പറയുന്നുണ്ടായിരുന്നു. ശാമിനിയുടെ 2-3 പ്രതികരണങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ശാമിനി പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്, തന്നോട് ഇതിനു മുമ്പും ദേഷ്യപ്പെട്ടിട്ടുണ്ട്, പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തന്നെ മർദ്ദിച്ചതെന്നും ശാമിനി പറയുന്നുണ്ട്. ഈ കാര്യങ്ങളായിരുന്നു ഈ പ്രതിഭാഗം ഉയർത്തിക്കാട്ടിയത്. കാരണം മനഃപൂർവ്വമല്ലാത്ത കാര്യങ്ങളായിരുന്നു ചെയ്തത് എന്നതായിരുന്നു ഈ പ്രതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് ഇപ്പോൾ കോടതിയിലേക്ക് ബെയിലിൻ ദാസ് ജാമ്യാപേക്ഷ പരിഗണിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ജയിൽ മോചിതനായി പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.